Consider the arithmetic sequence 6, 10, 14. ഇതിന്റെ ഓൾജിബ്രായിക് ഫോം ആണ് കാണേണ്ടത്. എ ക്വസ്റ്റ്യൻ വെരി സിമ്പിൾ ആണ്. 6, 10, 14 എന്നതിന്റെ ഓൾജിബ്രായിക് ഫോം കാണൽ. സോ വെരി ഈസി ആണ്. എങ്ങനെയാണ്, ഏതാണ് അരിത്മെറ്റിക് സീക്വൻസ്? 6, 10, 14. നമുക്ക് സിമ്പിൾ ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. എന്താണ് ഇക്വേഷൻ? xn is equal to dn plus f minus d. d എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആണ്. സോ ഈ 10 6 മൈനസ് ചെയ്തതാണ് d. സോ ആൻസർ എത്രയാണ്? 4n പ്ലസ് f എന്ന് പറഞ്ഞാൽ ഇതിലെ ഫസ്റ്റ് ടേം. സോ വാട്ട് ഈസ് ദാറ്റ്? 6 മൈനസ് d എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4. സോ ആൻസർ 4n പ്ലസ് 2. ഇതിനെ പറയുന്ന പേരാണ് ഓൾജിബ്രായിക് ഫോം. ഓൾജിബ്രായിക് ഫോം എന്നാണ് പറയുക. ഇനി ഇതിലെ ബി ക്വസ്റ്റ്യൻ, ഹൗ മെനി ടേംസ് ഓഫ് ദിസ് സീക്വൻസ് സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഫസ്റ്റ് മസ്റ്റ് ബി ആഡഡ് ടു ഗെറ്റ് 880 എന്നാണ് ക്വസ്റ്റ്യൻ. 880 എന്നാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് കാണണം എന്നറിയോ? സം ഓഫ് n ടേംസ് കാണണം. സോ ഓൾജിബ്രായിക് ഫോം തന്ന് സം ഓഫ് n ടേംസ് കാണാനുള്ള ട്രിക്കാണ് പറഞ്ഞത്. നേരെ കേട്ടോളൂ. ഇവിടെ ഓൾജിബ്രായിക് ഫോം തന്നിട്ടുണ്ട്. സോ സം ഓഫ് n ടേംസ് കാണാൻ നിങ്ങൾ ഇത്ര ചെയ്താൽ മതി. ഈ 4 ഇല്ലേ, അത് അതേപോലെ എഴുതുക. ക്ലിയർ ആണോ? 4 അതേപോലെ എഴുതുക. ഇവിടെ SN എന്ന് കൊടുത്തത് സമ്മിൻ്റെതായതുകൊണ്ടാണ് SN കൊടുത്തത്. n എന്ന പ്ലേസിൽ എന്ത് കൊടുക്കണം എന്നറിയോ? n × n + 1/2 എന്ന് കൊടുക്കണം. ഇവിടെ n എന്ന പ്ലേസിൽ n × n + 1/2 എന്ന് കൊടുക്കണം. പ്ലസ് 2 എന്നതിന്റെ കൂടെ ഒരു n മൾട്ടിപ്ലൈയും ചെയ്യാം. സോ വെരി സിമ്പിൾ ആണ്. ചെയ്ത പ്രോസസ് എന്തൊക്കെയാണ് ഒന്ന് പറഞ്ഞ. എന്നിന്റെ പ്ലേസിൽ എന്ത് കൊടുക്കുക? n × n + 1/2 കൊടുക്കുക. 2ന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യാം? n. സോ ഇത് കട്ട് ചെയ്യാൻ പറ്റും. 4ഉം 2ഉം കട്ട് ചെയ്യാം. 2. സോ ഞാൻ ആ 2 അതേപോലെ എഴുതുകയാണ്. 2. ഓക്കെ. സോ പുറത്ത് എന്താ ഉണ്ടാവുക? 2n അല്ലെ? പുറത്ത് 2n അല്ലേ? 2n × n എന്താ? 2n × n 2n². ഈ പുറത്തുള്ള ഔട്ട്സൈഡിലുള്ള 2n ഇല്ലേ, ഔട്ട്സൈഡിലുള്ള 2n ഇല്ലേ, അത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. 2n × n 2n². ക്ലിയർ അല്ലേ? 2n × n 2n². 2n × 1 എന്താ? 2n അല്ലെ? 2n × 1 2n. പിന്നെ ഒരു 2n വേറെ ഉണ്ട്. ഇവിടെ കണ്ടോ? ഏത് 2n? ഈ 2n. ക്ലിയർ ആണോ? ഒന്നും കൂടി പറയാം. 2n × n എന്താ? 2n². 2n × 1 എന്താ? 2n. സോ ഈ 2n² അതുപോലെ എഴുതുന്നു. ഇതിന്റെ പകരം 4n എന്ന് എഴുതുന്നു. ഈ 4n എവിടുന്നാ കിട്ടിയത്? 2n ഉം 2n ഉം ആഡ് ചെയ്തതാണ് 4n. സോ 2n² + 4n എന്ന് കിട്ടി. ഇതാണ് ഇവിടെ 880 തന്നിട്ടുള്ളത്. സോ ഇതൊന്ന് n കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. 2n² + 4n എന്നതാണ് 880. ഇതിന് എല്ലാ ടേമിലും 2 കോമൺ ആണ്. സോ ഇതിനെ ഏതോട്ട് ഡിവൈഡ് ചെയ്യണം? എല്ലാ ടേമിലും 2 കോമൺ ആയതുകൊണ്ട് ഏത് കൊണ്ട് ഡിവൈഡ് ചെയ്യണം? കോമൺ ആയ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ ഡിവൈഡഡ് ബൈ 2. ഇതിലെല്ലാ ടേമിനും 2 കൊണ്ട് കട്ട് ചെയ്യുക. സോ 2n² ഞാൻ ഓരോ ടേമിനെ കട്ട് ചെയ്ത് കാണിച്ചു തരികയാണ്. 2n² 2 കൊണ്ട് കട്ട് ചെയ്താൽ ആൻസർ എന്താ വരിക? n². 4n നെ 2 കൊണ്ട് കട്ട് ചെയ്ത ആൻസർ എന്താ വരിക? 2n. സോ 2n എന്ന് കിട്ടും. 880 2 കൊണ്ട് കട്ട് ചെയ്ത ആൻസർ എന്താ വരിക? 440.
സോ ഇതിൽ നിന്ന് n കാണാൻ വേണ്ടിയിട്ട് ഉള്ള മെത്തേഡിന്റെ പേരാണ് സ്ക്വയർ കംപ്ലീഷൻ. എന്താണ് മെത്തേഡിന്റെ പേര്? സ്ക്വയർ കംപ്ലീഷൻ എന്നാണ് മെത്തേഡിന്റെ പേര്. സ്ക്വയർ കംപ്ലീഷൻ ഇങ്ങനെയാണ് ചെയ്യുക. വെരി സിമ്പിൾ ആണ്. n സ്ക്വയർ ഇവിടെ എഴുതുക, 2n ഇവിടെ എഴുതുക, കുറച്ച് സ്പേസ് വിടുക, 440 എഴുതുക. രണ്ട് സൈഡിലും ഏത് നമ്പറാണ് ആഡ് ചെയ്യേണ്ടത്? ഈ എന്നിന്റെ ഒപ്പമുള്ളൊരു നമ്പർ ഇല്ലേ, അതിന്റെ ഹാഫ് എടുക്കുക. എന്നിന്റെ ഒപ്പമുള്ളൊരു നമ്പർ ഉണ്ടാവും 2, അതിന്റെ ഹാഫ് എന്താ? 1. അതിന് സ്ക്വയർ എഴുതുക, അതിന്റെ ആൻസർ ഇവിടെ എഴുതുക. ഇവിടെ എന്നിന്റെ ഒപ്പമുള്ളൊരു നമ്പർ 2 അല്ലേ? എന്നിന്റെ കോയിഫിഷ്യന്റ് 2 അല്ലേ? സോ 2ന്റെ ഹാഫ് 1. അതിന്റെ ആൻസർ ആണ് ഇവിടെ എഴുതേണ്ടത്. സോ n + 1 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 441 എന്ന് വരും. സ്ക്വയർ പോകുമ്പോ എന്ത് സംഭവിക്കും? √441 എന്ന് വരും. സോ n + 1 ഈസ് ഈക്വൽ ടു 441ന്റെ റൂട്ട് എത്രയാണ്? 21. സോ n ഈസ് ഈക്വൽ ടു 21 - 1. n എന്ത് കിട്ടും? 20 എന്ന് കിട്ടും. ഓക്കെ, ഇത് വേഗം ഇരുന്ന് പഠിക്കും.